ഹരി ഓം കൽക്കീരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് ഒരു വിശേഷം നിങ്ങളോട് പങ്കുവെക്കാൻ വന്നതാണ്. ഞാൻ യൂട്യൂബിൽ 2025 ജൂൺ 26 മുതലാണ് ആക്റ്റീവ് ആയത്. ഈ നവംബർ 26 ആകുമ്പോൾ 5 മാസമാകും. ഈ 5 മാസത്തിനിടയിൽ 18 ദിവസം ഞാൻ യൂട്യൂബിൽ ഇല്ലായിരുന്നു. ബാക്കി വരുന്ന 132 ദിവസം കൊണ്ട് 1000 റീൽസുകൾ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. 999 കഴിഞ്ഞത് 1000ാമത്തെ റീലാണ്. ഞാൻ 2014 തൊട്ട് യൂട്യൂബിലുണ്ട്. പക്ഷെ ഞാൻ അന്ന് തുടക്കത്തിൽ കുറച്ച് സിനിമാ പാട്ടുകളും പിന്നെ ഞാനും മോളും കൂടെ ഡാൻസ് പഠിച്ച സമയത്ത് ചെയ്ത 2-3 സ്റ്റേജ് ഷോകളും അങ്ങനെയുള്ള ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ യൂട്യൂബിൽ വന്ന് ഞാൻ വീഡിയോകളൊക്കെ എല്ലാവരുടെയും കാണുമായിരുന്നു. പക്ഷെ ഞാൻ ഫുൾ ടൈം ഫേസ്ബുക്കിലായിരുന്നു. 2014 ഫേസ്ബുക്കും യൂട്യൂബും ഒരുപോലെ എടുത്തത്. ഫേസ്ബുക്കിലാണ്ട് 18ഓളം അക്കൗണ്ട് ഉണ്ട്. അതിൽ 13 ആക്റ്റീവ് ആണ്. അതിലെല്ലാം കൂടെ ഞാനൊരു 50,000-ത്തിലധികം ആത്മീയ പോസ്റ്റുകളും പിന്നെ ഒരു 250 റീലുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാനൊന്നുമില്ല. അത്രമാത്രം ഈ ശരിയ കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞപ്പം പിന്നെ എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും നമ്മുടെ ഫീൽഡൊന്ന് മാറ്റണമല്ലോ, എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. കാരണം നമ്മളൊരു യോഗിയായി പോയല്ലോ. കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റിൽ വന്നിട്ട് ഞാനൊരു 26 വീഡിയോ വിഷ്ണുയോഗം ഒന്നും പറഞ്ഞിട്ടിട്ട് പോയി. ഒന്നും വലിയ റെസ്പോൺസ് ഒന്നും കിട്ടില്ല. ആരും അത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ഒക്കെ എല്ലാം 30-40 വ്യൂസ് ഒക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴാണ്. ജൂൺ 26 ആയി. അപ്പം നമ്മുടെ എന്റെയും നിങ്ങളുടെയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നാരായണനാണ് ചെറുപ്പം തൊട്ട് എൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഭഗവാൻ നമുക്ക് സമയാസമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. കാരണം ഇന്ന് വരെ നാരായണൻ പറയുന്ന കാര്യമല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ആണ് ഞാൻ അനുസരിച്ചിട്ടുള്ളത്. അപ്പം ഭഗവാൻ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ നമ്മളെ തോന്നിപ്പിക്കുകയാണ് ഇനി യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് ജൂൺ 26 ഞാൻ വന്ന് റീൽസൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഇട്ടിട്ട് 132 ദിവസം കംപ്ലീറ്റ് ചെയ്തു. 132 ദിവസം കൊണ്ട് 1000 റീൽസായി. ഇത് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇത് പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്താ ഏകദേശം ഒരു 7 റീലാണ് ആവറേജ് ആയിട്ട് ഇട്ട് തുടങ്ങിയത്. അപ്പൊ ഈ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാട്ടുകൾ തന്നെയാണ്. ഇത് ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ചെറുപ്പം തൊട്ടേ കേട്ട് തഴമ്പിച്ച പാട്ടുകളും മൂളിപ്പാട്ട് നടന്ന പാട്ടുകളൊക്കെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഈ അടുത്ത സമയത്ത് കുറച്ച് ക്രിസ്തീയ പാട്ടുകളും ഇസ്ലാം ഭക്തിഗാനങ്ങളും ഒക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ള സിനിമ പാട്ടുകൾ കംപ്ലീറ്റ് നമ്മുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു ഒറ്റപ്പെടലിന്റെ ജീവിതമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയുടെ അമ്മയുടെയും കൂടെയാണ് 10 വയസ്സ് വരെ വളർന്നത്. അത് കഴിഞ്ഞ് അമ്മ വിവാഹം കഴിച്ചു പോയി. പിന്നെ ഞാൻ ഒരു ഒറ്റപ്പെടലായിരുന്നു. അപ്പൊ എനിക്ക് ചെറുപ്പം തൊട്ടേ പാട്ടും ഡാൻസും ഇതൊക്കെ എനിക്ക് ഭയങ്കര ആവേശമാണ്. തന്നെയല്ല ഇത് കൂടാതെ ഭക്തിഗാനങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവയൊക്കെ ഞാൻ 2-3 തവണ കേട്ടാൽ മതി, അപ്പോഴത്തേനും അറിയാതെ തന്നെ അതങ്ങ് ബൈഹാർട്ടായി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ മൂളി പാടി നടന്ന പാട്ടുകളാണ്. ഇനി എത്ര ഇട്ടാലും ഇത് തീരത്തില്ല. കാരണം കഴിഞ്ഞ 10-62 വർഷത്തെ പാട്ടുകൾ ഇടുക എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കാൻ, അപ്പോഴത്തെ ലോകം അവസാനിക്കും പാട്ടുകളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് കടമെടുത്തിരിക്കുകയാണ്. അവനവന് സുഖത്തിനായി ആചരിക്കുന്ന അപരന് സുഖത്തിനായി വരാണ്. നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യങ്ങളാണോ അത് മറ്റുള്ളവർക്കുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവർക്ക് കൂടെ സന്തോഷം പകരാൻ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത്, യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ കാശാണ് ലക്ഷ്യം. പക്ഷെ ഷീലായപ്പന് കാശിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. കാരണം ഷീലായപ്പന് ഭഗവാൻ ഒരു ജോലി വന്നിട്ടുണ്ട്. കെയർ ടേക്കറാണ്. എല്ലാ ചെലവും കഴിഞ്ഞ് 35,000 രൂപ കിട്ടുന്നുണ്ട്. അത് തന്നെ ധാരാളം. പക്ഷെ എനിക്ക് ചെലവുകൾ ഒരുപാടുണ്ട്. അത് വേറെ കാര്യം. ഞാൻ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഒരാളല്ല. മക്കളെ ജീവിതം എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ മിടുക്കരാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല, കരുതുകയുമില്ല. കാരണം ഞാൻ കഷ്ടപ്പെടുന്ന പൈസയൊക്കെ എനിക്ക് വേണ്ടി ചെലവാക്കണമെന്നുള്ളൊരു വാശി എനിക്ക് ഒരു കുഞ്ഞുനാളല്ലേ ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. അപ്പൊ അവരൊക്കെ അവരുടെ കാര്യം നോക്കുന്നു, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. അപ്പൊ യൂട്യൂബിൽ വന്ന് ഞാൻ വീഡിയോ ഇടുന്ന പൈസയ്ക്ക് വേണ്ടി അല്ലാതെ ഇത് എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം ആരും കണ്ടില്ലല്ലോ, എന്റെ ഒരു വീഡിയോ ഞാൻ 10 തവണയെങ്കിലും കാണും. അപ്പൊ ഇത് എനിക്കറിയാവുന്ന നല്ല പാട്ടുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, നല്ലത് കൊടുക്കുക. അതാണ് ഒരു വിഷ്ണുയോഗിയുടെ ധർമ്മം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചൊരു കാര്യമാണ്. കാരണം എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. വീട്ടിൽ പൈസ ഇല്ലാഞ്ഞില്ല, എനിക്ക് സ്വന്തമായിട്ട് ചിലവാക്കാൻ പൈസ വേണമായിരുന്നു. അങ്ങനെ 12ാമത്തെ വയസ്സ് തൊട്ട് തയ്യൽ തുടങ്ങിയ ഒരാളാണ്. അപ്പൊ നാട്ടുകാരുടെ ഇടയ്ക്ക് ഒരു പേരുണ്ടാക്കാൻ പറ്റും, നല്ലൊരു തയ്യക്കാരിയാണ്. പഠിക്കാൻ പിടിക്കുകയായിരുന്നു. പഠിത്തത്തിന്റെ ഇടയിൽ സാറ്റർഡേ സൺഡേയിലൊക്കെ തയ്ച്ചു എനിക്ക് ആവശ്യമുള്ള പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അന്ന് നല്ലൊരു തയ്യൽക്കാരിയാണെന്ന് പേര് കേട്ടത് കാരണം എല്ലാവരും എന്നെ അന്വേഷിച്ച് വന്നിട്ട് എനിക്കുണ്ട് തയ്ക്കാൻ തന്നെ
എൻ്റെ അടുത്ത് തയ്ക്കാൻ കൊണ്ടു തരുമായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചു. സ്കൂളിൽ ഏകദേശം 16 വർഷമാണ് സ്കൂളിൽ പഠിപ്പിച്ചു. പക്ഷെ ഞാൻ 26 വർഷം സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്തു. കാരണം വീട്ടിലിരുന്ന് മഹാഗുരു വിദ്യാലയം എന്ന് പറഞ്ഞൊരു ട്യൂഷൻ സെന്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ന് ഞാൻ ട്യൂഷൻ എടുക്കുന്ന അവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരൻസിന്റെ ക്യൂ ആണ്. കാരണം അവർക്കറിയാം ഷീല ടീച്ചറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ 0 മാർക്ക് കിട്ടിയ കുട്ടി റാങ്ക് ലിസ്റ്റിൽ കൊണ്ടുവരും എന്നുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം നമ്മളതിന്റെ പുറത്ത് അധ്വാനിക്കണം, എന്നെങ്കിലേ അത് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്താലേ, നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിന് നല്ല ഫലം കിട്ടും. നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലവും കിട്ടും. ഒരു വിഷ്ണുയോഗി എന്ന് പറഞ്ഞാല് വിഷ്ണുയോഗിയുടെ അടുത്ത് നമുക്ക് 3 കാര്യങ്ങളെ കിട്ടത്തുള്ളൂ. ഒന്ന് പ്രേമം കിട്ടും, അതായത് ഭക്തി. വിഷ്ണുയോഗി എന്ന് പറഞ്ഞാൽ ഫുൾ ഭക്തിയാണ്, അതായത് പ്രേമം, സർവ്വചരാചരങ്ങളോടുള്ള പ്രേമം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ് കിട്ടും, പ്രപഞ്ചത്തിന്റെ സകല അറിവുകളും കിട്ടും. പിന്നെ വിഷ്ണുയോഗി ഒരാളെ കർമ്മം ചെയ്യാനേ പ്രേരിപ്പിക്കത്തുള്ളൂ. വെറുതെ ഒന്നും വിഷ്ണുയോഗി ഒന്നും ആർക്കൊന്നും കൊടുക്കത്തില്ല. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അർഹതയുള്ളവർക്ക് ദാനം ചെയ്യാമെന്ന്. അല്ലാതെ കണ്ട ആൾക്കാർക്കൊന്നും വാരി കൊടുക്കാൻ ഒരു വിഷ്ണുയോഗി പറ്റത്തില്ല. കാരണം എല്ലാവർക്കും കയ്യും കാലും ഒക്കെ തന്നിട്ടുണ്ട്. അധ്വാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കാശുണ്ടാക്കാം. എനിക്ക് 62 വയസ്സായി, ഞാൻ ഇപ്പോഴും അധ്വാനിച്ച് എനിക്ക് ആവശ്യമുള്ള കാശുണ്ടാകുന്നു. അപ്പം നല്ല ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർക്കൊക്കെ അധ്വാനിച്ച് കാശുണ്ടായിക്കൂടെ? എന്തിനാ മറ്റുള്ളവരുടെ പൈസയൊക്കെ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇന്ന് വരെ ഒരു മനുഷ്യരുടെ ഒരു കടുകുമണി പോലും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ ആർക്കും പിന്നെ കൊടുക്കാനും ഒന്നുമില്ല, വാങ്ങാനും ഒന്നുമില്ല, ആരുടെയും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യാനാണ് നമ്മുടെ അച്ഛൻ, നമ്മുടെ എല്ലാം പിതാവായ നാരായണൻ എന്നെ പഠിപ്പിച്ചത്. കർമ്മണ്യേവ അധികാരസ്ഥ്യേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭു മാതേ സങ്കോസ്ത്യ കർമ്മണി. അതായത് എനിക്ക് കർമ്മം ചെയ്യാനുള്ള അവകാശമുള്ളൂ. ഞാൻ ഈ റീലൊക്കെ ഇടും, ഇത് കാണണോ കാണണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഭഗവാനാണ്. നിങ്ങളൊക്കെ അല്ലേ എന്റെ ഭഗവാന്. ഭഗവാൻ ആരാണ്? ഞാനും നിങ്ങളും ഈ പ്രപഞ്ചം എല്ലാം ഭഗവാൻ തന്നെയാണ്. ഈശാവാസ്യം ഇതം സർവ്വ. ഈശ്വരനില്ലാതെ ഒരു വസ്തു പോലും ഈ പ്രപഞ്ചത്തിലില്ല, എല്ലാം ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്വൈതത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന ഭാവം എനിക്കില്ല. ഞാനും നിങ്ങളും എന്നുള്ള ഭാവം എനിക്കില്ല. ഞാൻ തന്നെയാണ് നിങ്ങൾ, നിങ്ങൾ തന്നെയാണ് ഞാനും, അത് തന്നെയാണ് ഈശ്വരനും, അത് തന്നെയാണ് ഈ പ്രപഞ്ചം. ആ ഒരു തത്വത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അപ്പം ഇന്ന് പറയാൻ വന്നത് ഇതാണ്. ഇപ്പൊ ഞാൻ 1000 റീലുകൾ കംപ്ലീറ്റ് ആകുവാണ്. ഇത് 1000ാമത്തെ റീലാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഭഗവാന്മാരാണ്. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഓരോ ഭഗവാനാണ്. പക്ഷെ അവര് വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും ശിവനായിട്ടും ഇരിക്കുന്നു. നിങ്ങൾ നന്മയുള്ളവരാണെങ്കിൽ, പ്രേമമുള്ളവരാണെങ്കിൽ, അഹിംസയോട് ചേർന്ന് നിൽക്കുക, അല്ലെ അഹിംസ പാലിക്കുന്നവരും ധർമ്മത്തിനൂടെ നിൽക്കുന്നവരും സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരും വിനയമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിഷ്ണുവാണ്. അതല്ല നിങ്ങൾക്ക് അഹങ്കാരവും കോപവും കാമവും പിന്നെ ഹിംസയും എല്ലാമാണ്, അതായത് കൊല്ലുന്നതും ബലി കൊടുക്കുന്നതൊക്കെയാണ് നിങ്ങളുടെ ശീലമെങ്കിൽ നിങ്ങൾ ശിവനാണ്. ഇനി അതൊന്നുമല്ല, നിങ്ങൾ ആരോടും വലിയ ഒരു നിർഗുണപരപരമായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ന്യൂട്രലായിട്ടിരിക്കുക, എല്ലാത്തിനോടും ശിവനോടും ഇഷ്ടം, വിഷ്ണുവിനോടും ഇഷ്ടം, എല്ലാത്തിനോടും ഇഷ്ടം, ഒരു മതേതര സ്വഭാവത്തോടുകൂടി, ഒരു സെക്യുലർ സ്വഭാവത്തോടുകൂടി നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങൾ ബ്രഹ്മാവാകുന്നു. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നിർഗുണ പരബ്രഹ്മമാണ്. ഒന്നിനോടും വലിയ മമതയില്ലാതെ, ഒന്നിനോടും ഒട്ടിലില്ലാതെ, ശിവനായാലും വിഷ്ണു ആയാലും ബഹുദൈവങ്ങളായാലും എല്ലാം നടക്കും എന്നുള്ള ഒരു ഭാവത്തിൽ ഇരിക്കുന്നവരാണ് ഈ ബ്രഹ്മാവെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലോകത്ത് 3 തരം മനുഷ്യരേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഭഗവാനാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് ഞാൻ അറിഞ്ഞിട്ട് വർഷം 18ആയി. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ, എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം അറിയുക എന്നുള്ളത് കാര്യമാണ്. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ ഐ ഹാവ് സെൽഫ് റിയലൈസ്ഡ് മൈസെൽഫ്. ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനാണ് ഞാനെന്ന് പറയുന്നത് എന്റെ ശരീരമല്ല, എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവ്. ഞാനും ആ ഒരു ആത്മാവും പരമാത്മാവും ഒന്നാണെന്നും എന്നിലെ ആത്മാവ് തന്നെയാണ് സകല ചരാചരങ്ങളും, മനുഷ്യർ മാത്രമല്ല ജീവനുള്ള സകല വ്യക്തികളിലും സകല ജന്തുക്കളിലും സസ്യങ്ങളിലും എല്ലാം ഒരേ പരമാത്മാവ്, അല്ലെ ഒരേ ജീവാത്മാവ് നിറഞ്ഞിരിക്കുന്ന, ഒരേ ഊർജ്ജം നിറഞ്ഞിരിക്കുന്ന എല്ലാം ഒന്ന് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. 18 വർഷമായപ്പം ഞാൻ എന്താണോ അത് തന്നെയാണ് നിങ്ങൾ എന്താണോ അത് തന്നെയാണ് ഞാൻ. നമ്മൾ ഈ ചോറ് വെന്തോന്ന് അറിയാൻ എല്ലാ ചോറും ഞെക്കി നോക്കണ്ടല്ലോ. ഒരു ചോറ് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ ചോറും വെന്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ പ്രപഞ്ചവും സകല ജീവജാലങ്ങളും. അപ്പൊ നമ്മുടെ ഉള്ളിലല്ല ഇപ്പോൾ ഇരിക്കുന്ന നാരായണനാണ്. ഊർജ്ജമായിട്ടെങ്കിലും ഭഗവാൻ കൽക്കി രൂപത്തിലാണ് എല്ലാവരിലും ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൽക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എന്റെ പ്രണാമം. അപ്പൊ നിങ്ങളെല്ലാം കൽക്കികളാണ്. അപ്പൊ മൊത്തം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 132 ദിവസം കൊണ്ട് എനിക്ക് ആകെ ഈ 11 വർഷത്തിൽ 243 സബ്സ്ക്രൈബർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 243 സബ്സ്ക്രൈബർ അല്ല, 243 ഭഗവാന്മാരാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ 11 വർഷമായിട്ട്. അത് 2014 തൊട്ട് 243. അതിപ്പോ ഈ 132 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5 മാസം കൊണ്ട് 1200 സബ്സ്ക്രൈബറായി. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും പറഞ്ഞില്ല. കാരണം ഒരു വിഷ്ണു യോഗി ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല.
ആരുടെയും ഒന്നും വിഷ്ണുയോഗിക്ക് വേണ്ട. വിഷ്ണുയോഗി കൊടുക്കുന്ന ആളാണ്. മറ്റുള്ളവർക്ക് എന്താ വേണ്ടത് അതനുസരിച്ച് പാത്രം അനുസരിച്ച് ദാനം ചെയ്യുന്ന ആളാണ്. അല്ലാതെ ആരോടും ഭിക്ഷ ചോദിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വേണമെന്ന് ഒന്നും ആഗ്രഹമുള്ള ആളല്ല ഒരു വിഷ്ണുയോഗി. അപ്പൊ ശീലായപ്പനും വിഷ്ണുയോഗിയാണ്. ശീലായപ്പന് യാതൊന്നും വേണ്ട, ഈ ലോകത്ത് യാതൊന്നിന്റെ ആവശ്യമില്ല. കാരണം ഭഗവാൻ നാരായണൻ നമ്മുടെ കൂടെ ഉണ്ട്. ഭഗവാൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ്, നമുക്ക് എന്താ വേണ്ടുന്നത്, നമുക്ക് അധ്വാനിച്ച് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഇപ്പം ഭഗവാൻ അല്ലാതെ ഒരു വിഷ്ണുയോഗിയെ തോൽപ്പിക്കാനും ഭഗവാൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഈ ഭൂമിയിൽ ഒരു ശക്തിക്ക് ഒരു വിഷ്ണുയോഗിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അത് നടക്കാത്ത കാര്യമാണ്. അപ്പം ഇന്ന് ഞാൻ 2 കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്ന്, നമുക്ക് 1200 സബ്സ്ക്രൈബേഴ്സ് അല്ല 1200 ഭഗവാന്മാർ നമ്മുടെ ഈ വിശ്വഗുരു എന്ന് പറഞ്ഞ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 1000ാമത്തെ റീലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ. നിങ്ങളുടെ എല്ലാ ആശീർവാദത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.